ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേറ്റിലേക്ക് തന്നെ പോകാം. ഈ ഒരു സീസണിലേക്ക് ഹോട്ടൽ ടാസ്കിൽ റിയാസിനെ എന്തിനു കൊണ്ടുവന്നു? ലക്ഷ്മിയെ തകർക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റിക്ക് വേണ്ടി സംസാരിക്കാൻ വേണ്ടിയിട്ട് ബിഗ് ബോസ് കൂടി അറിഞ്ഞുകൊണ്ട് കൊണ്ടുവന്നതാണ്. എന്നാൽ നടന്നത് ചരിത്രമാണ്. ഈ ഒരു ആഴ്ച തുടങ്ങുമ്പോൾ പ്രേക്ഷക വെറുപ്പ് സമ്പാദിച്ച് വോട്ടിങ്ങിൽ പോലും ഏറ്റവും പിറകിലുണ്ടായിരുന്ന ലക്ഷ്മിക്ക് പ്രേക്ഷകരുടെ നല്ലൊരു ഇഷ്ടം സമ്പാദിക്കാനും അതുപോലെ തന്നെ വോട്ടിങ്ങിൽ നല്ലൊരു ഹൈപ്പ് സമ്പാദിക്കാനും റിയാസിന്റെ വരവോടുകൂടി സാധിച്ചു. ഈ ഒരു ഹോട്ടൽ ടാസ്കിൽ ശോഭയും ഷിയാസും ആദ്യമെത്തി ലക്ഷ്മിക്ക് ചെറിയ രീതിയിൽ ഒരു പോസിറ്റിവിറ്റി ഉണ്ടാക്കി കൊടുക്കുകയും ചെറിയ രീതിയിൽ ഒരു പ്രേക്ഷകരുടെ ഇഷ്ടം സമ്പാദിക്കാനും സാധിച്ചിരുന്നു. എന്നാൽ റിയാസിന്റെ വരവോടുകൂടി ഒന്നുമില്ലായിരുന്ന ലക്ഷ്മിനെ അല്ലെങ്കിൽ പ്രേക്ഷകരെല്ലാം അത്രയ്ക്ക് വെറുത്തു പോയിരുന്ന ലക്ഷ്മിനെ അങ്ങ് ടോപ്പിലേക്ക് എത്തിച്ചു എന്ന് തന്നെ നമുക്ക് പറയാം. എന്തായാലും ഒരു കണ്ടസ്റ്റന്റിനെ ആക്രമിക്കാൻ വേണ്ടി ഒരു കണ്ടസ്റ്റന്റിനെ തകർക്കാൻ വേണ്ടി എത്തിയതായിരുന്നു, അല്ലെങ്കിൽ പലരും പ്ലാൻ ചെയ്ത് എത്തിച്ചു എന്ന് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും. ഇതൊക്കെ കണ്ടു കഴിയുമ്പോൾ അതാണ് ഒരു പ്രേക്ഷകർ എന്ന നിലയിൽ എനിക്ക് മനസ്സിലാകുന്നത്. അതല്ലാതെ ഇതൊന്നും അറിയാതെ സംഭവിച്ചതല്ല. എന്നാൽ പോലും ബിഗ് ബോസിനും അറിയാം ഇതുപോലെയുള്ള ഒരു സന്ദർഭത്തിൽ അല്ലെങ്കിൽ നല്ല രീതിയിൽ നെഗറ്റീവായിട്ട് നിൽക്കുന്ന ഒരു കണ്ടസ്റ്റൻസിന് എതിരായിട്ട് അതിൽ കൂടുതൽ നെഗറ്റിവിറ്റി ഉള്ള കുറച്ച് കണ്ടസ്റ്റൻസ് പുറത്തുനിന്ന് വന്നിട്ട് അവർക്കെതിരെ ഗെയിം കളിച്ചു കഴിഞ്ഞാൽ അവർക്ക് പോസിറ്റീവ് ആകാനുള്ള സാധ്യതകളും ഉണ്ടെന്ന് ബിഗ് ബോസിന് നന്നായിട്ട് അറിയാം. സോ ഒരു ഗെയിം ടെസ്റ്റിംഗ് മൊമെന്റ്സ് കൊണ്ടുവരാൻ തന്നെയാണ് ബിഗ് ബോസും അറിഞ്ഞുകൊണ്ട് തന്നെ ശ്രമിച്ചിരിക്കുന്നത്. ശരിക്കും ബിഗ് ബോസ് തന്നെയാണ് ലക്ഷ്മിക്ക് PR ഒരുക്കി കൊടുത്തിരിക്കുന്നത്. അതായത് ഒരു കൂട്ടം PR ഏജൻസികൾ ഒന്നിച്ചിരുന്ന് പരിശ്രമിച്ചാൽ ഒരു മാസം കൊണ്ട് പോലും ഇത്രയ്ക്ക് നെഗറ്റീവായി കിടക്കുന്ന ഒരു കണ്ടസ്റ്റന്റിനെ പോസിറ്റീവ് ആക്കാൻ സാധിക്കത്തില്ല. എന്നാൽ അവർക്കൊന്നും സാധിക്കാത്ത ഒരു കാര്യങ്ങളാണ് ബിഗ് ബോസ് ഒരാഴ്ചയിലെ ഒരു ഹോട്ടൽ ടാസ്ക് എന്ന് പറയുന്ന ടാസ്കിൽ 3 ഗസ്റ്റിനെ കൊണ്ട് സാധിച്ചിരിക്കുന്നത്. അതും ഒരൊറ്റ സിംഗിൾ ഗസ്റ്റിന്റെ എൻട്രിയിൽ തന്നെ ഏറ്റവും ഡൗണിൽ കിടന്നിരുന്ന ലക്ഷ്മിനെയാണ് ഏറ്റവും ടോപ്പിൽ എത്തിച്ചിരിക്കുന്നത്. അത് റിയാസ് സലീമിന്റെ കഴിവ് തന്നെയാണ്. എല്ലാവരും റിയാസ് സലീം നെഗറ്റീവാണെന്ന് പറയുമ്പോൾ പോലും അയാൾ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ചെല്ലുന്ന സ്ഥലത്ത് നെഗറ്റീവായി നിൽക്കുന്ന ആളുകൾ പോലും പോസിറ്റീവായിട്ട് പോകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ ഈ ഒരു ഹോട്ടൽ ടാസ്കിൽ നമ്മൾ കണ്ടുവരുന്നത്. എനിവേസ് ലക്ഷ്മിക്ക് നല്ലൊരു പ്രേക്ഷക പിന്തുണ ഇപ്പോൾ നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ലക്ഷ്മിനെ ആക്രമിക്കാൻ വന്ന റിയാസിന് മുന്നിൽ ഒരു രീതിയിലുള്ള പ്രൊവോക്ഡും ആവാതെ നല്ല രീതിയിൽ റിയാസ് പറയുന്നതിന് ആൻസറുകൾ കൊടുത്ത് നല്ല രീതിയിൽ പെരുമാറി ലക്ഷ്മിയുടേതായിട്ടുള്ള താല്പര്യങ്ങളിൽ ഉറച്ചു നിന്ന് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നതാണ് കാണുന്നത്. അപ്പോൾ വരുന്ന ദിവസങ്ങൾ കൂടി കുറച്ച് സ്വന്തം ആറ്റിറ്റ്യൂഡും കാര്യങ്ങളും ഒന്ന് മാറ്റിവെച്ച് തനിക്ക് പറ്റിയ തെറ്റുകളിൽ നിന്നൊന്നും മാറ്റി സ്വന്തം ചിന്തകളും അല്ലെന്നുണ്ടെങ്കിൽ താല്പര്യങ്ങളും ഒന്നും മാറ്റണമെന്ന് പറയുന്നില്ല. തനിക്ക് അബദ്ധവശാൽ സംഭവിച്ചിട്ട് പോയിട്ടുള്ള കുറച്ച് സ്റ്റേറ്റ്മെന്റുകളൊന്നും ഇനി ആവർത്തിക്കാതെ ഗെയിം സ്ട്രാറ്റജിയിൽ ചെറിയ വ്യത്യാസങ്ങൾ വരുത്തി കഴിഞ്ഞാൽ ലക്ഷ്മിക്ക് നല്ല രീതിയിലുള്ള പ്രേക്ഷക പിന്തുണയോടുകൂടി മുൻപോട്ട് പോകാൻ സാധിക്കും. കാരണം ഇതുപോലെയുള്ള കൂട്ടമായ ആക്രമണങ്ങൾക്കെതിരെ ശക്തമായിട്ട് പ്രതികരിച്ച് നിൽക്കുന്ന കണ്ടസ്റ്റൻസിനെ എന്നും പ്രേക്ഷകർ സ്വീകരിച്ചിട്ടുള്ളൂ. എനിവേസ് റിയാസിന്റെയും ശോഭയുടെയും ഷിയാസിന്റെയും എൻട്രി ലക്ഷ്മിയെ സംബന്ധിച്ച് നല്ല രീതിയിൽ ഒരു ഹൈപ്പ് നേടിയെടുക്കാൻ സാധിച്ചു. ഹോട്ടൽ ടാസ്ക് പൊളിഞ്ഞു പോയെങ്കിലും ലക്ഷ്മിക്ക് അത് വളരെ നല്ല രീതിയിൽ ഗുണം ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ പ്രേക്ഷകരുടെ അഭിപ്രായം ഇതേപ്പറ്റി ഒന്ന് ഷെയർ ചെയ്യുക. കൂടുതൽ അപ്ഡേറ്റുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം.